ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകി. മലപ്പുറം കൂരിയാട് റോഡ് തകർന്ന സംഭവത്തിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദില്ലിയിൽ നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ചേരുകയാണ്. സിബി, വളരെയധികം തന്ത്രപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് നടന്നിരുന്നത്. കൂടിക്കാഴ്ചയുടെ വിശദമായ വിവരങ്ങൾ. സിന്ധൂരി, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയത്. ഇതിൽ പ്രധാനമായും നിർണായകമായ തീരുമാനം ഈ ദേശീയപാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഈ ദേശീയപാത നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതും കേരളത്തിന്റെ ആശങ്ക പൂർണ്ണമായും അകറ്റുന്ന ഒരു ഉറപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലപ്പുറം കുരിയാട് അടക്കമുള്ള നിരവധി ഇടങ്ങളിൽ ദേശീയപാത തകർന്ന ഒരു സംഭവം ഉണ്ടായി. എന്നാൽ ഈ സംഭവത്തിൽ എന്റെ പശ്ചാത്തലത്തിലെല്ലാം തന്നെയും ഈ ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുമോ എന്ന വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും ഈ ആശങ്ക ഉൾപ്പെടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അടക്കം ഉള്ളവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതിൽ ഈ തകർന്ന റോഡുകൾ ഉൾപ്പെടെ എല്ലാം ഡിസംബറോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ പൂർത്തിയാക്കുമെന്ന ഉറപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മലപ്പുറം കൂരിയാട് റോഡ് തകർന്ന സംഭവത്തിൽ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നും ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണെന്നും കേന്ദ്രമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം 5000 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇത് ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന്, അത് പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളം കിഫ്ബി അടക്കമുള്ള മറ്റ് പല സാമ്പത്തിക സ്രോതസ്സും കണ്ടെത്തിയാണ് ഈ തുക ഒരു ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതിനെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു ആവശ്യം കേരളം പല ദിവസങ്ങളായി അല്ലെങ്കിൽ പല തവണകളായി ആവശ്യപ്പെടുന്നതാണ്. അത് ഇത്തവണയും ഈ കാര്യത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി തന്നെ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എല്ലാം തന്നെയും പ്രധാനമന്ത്രിയുമായും ധനമന്ത്രിയുമായിട്ടെല്ലാം തന്നെയും ചർച്ച ചെയ്യാവുന്ന ഒരു ഉറപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് അടക്കമുള്ളവർ ഈ കേന്ദ്രമന്ത്രിയുമായി നടത്തിയത്. ഏകദേശം 1 മണിക്കൂറധികം ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നു. കൃത്യമായി ഓരോ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. പുതിയ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചർച്ചകൾ നടന്നു എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് 4:30 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾ കാണുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ കൃത്യമായ വിശദാംശങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്യും. സിന്ധൂരി, സിബി, മലപ്പുറം കൂരിയാട് റോഡ് തകർന്ന സംഭവമായിരുന്നല്ലോ നമ്മുടെ മുമ്പിലെ ഒരു പ്രധാന പ്രശ്നം. അതായത് എത്രയും പെട്ടെന്ന് അത് കൃത്യമായ രീതിയിൽ പണി പൂർത്തിയാക്കുവാൻ സാധിക്കുമോ, തുടർന്ന് അങ്ങോട്ടുള്ള സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കുമോ തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി എന്തെങ്കിലും മന്ത്രി പറയുകയുണ്ടായോ, കേന്ദ്രമന്ത്രി? തീർച്ചയായും ഈ ദേശീയപാതയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ അപാകത, പ്രത്യേകിച്ച് ഈ വിള്ളലും മറ്റ് തകർച്ചയും എല്ലാം തന്നെയും ഇനി ദേശീയപാതയിൽ അവിടെ എല്ലാം തന്നെയും വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട്, പുനർനിർമ്മാണം നടത്തേണ്ടതുണ്ട്. ഇതിലെ ഡിസൈനിങ് അടക്കമുണ്ടായ ഒരു വലിയ അപാകതയാണ് ഇതിന് കാരണമെന്ന് കൃത്യമായി ദേശീയ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ വരുത്തുകയും ആ ഉദ്യോഗസ്ഥരും ഈ കൂടിക്കാഴ്ചയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അവർ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ വലിയ വീഴ്ചയെ സംബന്ധിച്ചത് ദേശീയപാത അതോറിറ്റി തന്നെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത് ഇനിയിപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തികളെ ബാധിക്കില്ല. ഇനിയുള്ള നിർമ്മാണ പ്രവർത്തികളിൽ ഈ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് ശ്രമിക്കും. മാത്രമല്ല, ഈ റോഡുകൾ തകർന്ന ഭാഗത്ത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് രീതിയിൽ കൃത്യമായി പ്രത്യേകിച്ച് നെൽപ്പാടം ഉൾപ്പെടെയുള്ള ഇടങ്ങളെല്ലാം തന്നെയും കൃത്യമായ ടെക്നിക്കൽ സംവിധാനത്തോടുകൂടി തന്നെ ആ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. പ്രത്യേകിച്ച് ഈ ഒരു റോഡുകളിൽ വിള്ളൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലും കൂടുതൽ റോഡുകളിൽ ഇത്തരത്തിൽ തകർച്ച ഉണ്ടാകുന്ന പശ്ചാത്തലമെല്ലാം തന്നെയും ഈ ദേശീയപാത നിർമ്മാണം ആകപ്പാടെ ഇത്തരത്തിൽ താറുമാറാകുമോ എന്ന ഭയം കേരളത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയും കൃത്യമായി കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച സംസാരിക്കുകയും അങ്ങനെ ഉണ്ടാകില്ല, മറിച്ച് സമയബന്ധിതമായി ഡിസംബറോടെ ഈ നിർമ്മാണം പൂർത്തിയാക്കി തരും അല്ലെങ്കിൽ പൂർത്തിയാക്കുമെന്ന ഉറപ്പ് ഇന്നിപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രിയിൽ നിന്നും കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കൂടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, എന്തായാലും വിജയകരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടന്നത്.